വീഡിയോ എടുക്കാം. ആ റൂട്ട് നമ്മൾ മറ്റേ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് തിരിച്ചു വിടുവാണ് ഇപ്പം ആക്ച്വലി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഏതൻ വുഡ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ രാമക്കൽമേട്ടിലേക്ക് പോവുകയാണ്. നമ്മളുടെ കുഞ്ഞു യാത്രയുടെ ലാസ്റ്റ് പാർട്ടാണിത്. നമ്മൾ പോയ യാത്രയിലെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തെ യാത്രയായിരുന്നു. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു അവസ്ഥ എത്രമാത്രം ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. എൻ്റെ മനസ്സിലെ രാമക്കൽമേടിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയാതെ ഈ ഒരു യാത്ര പ്യുവറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഉടുമ്പൻ ചോലയുള്ള യോലി ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഗൂഗിൾ കാണിച്ചത് പ്രകാരം ഞങ്ങൾ രാമക്കൽമേട്ടിലെത്തി. പിന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ ഞങ്ങളെ വന്ന് വിളിച്ചത്. 3 പേരടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ട്. നിങ്ങൾ 2 ആളും കൂടെ ചേർന്നാൽ ഇവിടെ നമുക്ക് ആമപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതൊക്കെ കണ്ട് ജീപ്പിൽ ട്രെക്കിങ് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ 5 ആൾക്കാർ കൂടെ ചേർന്നിട്ടാണ് ജീപ്പിൽ ആമപ്പാറ എത്തുന്നത്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഫാമിലി തൃശ്ശൂരിൽ നിന്ന് തേക്കടി ഒരു ഫാമിലി ട്രിപ്പ് വന്നതായിരുന്നു. കുറേ നേരം സംസാരിച്ചെങ്കിലും അവരുടെ പേര് ചോദിക്കാൻ വിട്ടുപോയിരുന്നു. ഫ്രണ്ടിൽ ആ മുണ്ടെടുത്ത് നടക്കുന്നതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ലത്തീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് അന്നേരം വേറെ ഇപ്പൊ പിള്ളേരുടെ സീസൺ, സ്കൂൾ പിള്ളേർ ഇങ്ങനെയൊക്കെ 10-100 വണ്ടിയാണ് വന്നത് ബസ്. സമയം ഇപ്പോൾ ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട്. ജീപ്പ് ഒരു സൈഡ് വരെ നമുക്ക് എത്തുള്ളൂ. അതിനുശേഷം അദ്ദേഹം ഞങ്ങളെ കൂടെ കൂട്ടി കാഴ്ചകളൊക്കെ വിവരിച്ച് ഒരു പോയിന്റിലേക്ക് പോവാണ്. മഴ പെയ്ത ഇപ്പൊ നമ്മള് വണ്ടി കൊണ്ടിട്ടില്ലേ, അവിടെ താഴെ ഇറക്കിയിടും. മഴ പെയ്ത് ചാറി കഴിഞ്ഞാൽ ഇറങ്ങി പോവില്ല. രാമക്കൽമേട് എത്തിയപ്പോഴും ജീപ്പിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ നോർമൽ കാറൊന്നും കയറി പോകാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ ഒരു ആമപ്പാറയിലേക്കുള്ള റൂട്ട്. അതാണ് ഏത് ആ പാറയില്ലേ, രാമക്കൽമേടെന്നാ പറയുന്നത്. പണ്ട് രാമന് സീതയും വന്നെന്നാ പറയുന്നത്. ആ ഓപ്പോസിറ്റ് കാണുന്നതാണ് ശരിക്കുള്ള രാമക്കൽമേട്. ശ്രീരാമൻ സീതയെ തിരക്കി പോയപ്പോൾ ഈ വഴി ഒന്ന് പോയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ കാൽപാദം സ്പർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഐതിഹ്യം. എന്താണെന്നൊന്നും ശരിക്കും അറിയില്ല. ഇതാണ് കഥ. നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് നിന്ന് ശരിക്കും നടന്നു കയറാനുള്ളതാണ് ആ രാമക്കൽമേട് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് പക്ഷെ വന്ന പാടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഇവർ ക്ഷണിച്ചപ്പം ഇവരുടെ കൂടെ നമ്മൾ ജീപ്പിൽ ഇങ്ങ് പോരുവാണ് ചെയ്തത്. ഇനി അധികം സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ രാമക്കൽമേട് പോയി നടന്ന് കണ്ട് കയറാനുള്ള ഒരു ടൈമൊന്നും നമുക്കില്ല. നമ്മളിപ്പോൾ ആക്ച്വലി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 3500 അടി ഉയരെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പം നമുക്ക് തമിഴ്നാട്ടിലെ കുറേ ഗ്രാമങ്ങൾ കാണാം. നമ്മൾ നിൽക്കുന്ന പോയിന്റും ആക്ച്വലി തമിഴ്നാടിന്റെ ഭാഗം തന്നെയാണ്. കാണുന്നതെല്ലാം തമിഴ്നാടാണ്. നമ്മൾ ഓൾറെഡി നിൽക്കുന്ന തമിഴ്നാടിന്റെ സ്ഥലത്താണ്. ലത്തീഫേട്ടൻ പറഞ്ഞതനുസരിച്ച് ആമപ്പാറ കണ്ടതിന് ശേഷം നമുക്ക് ഒരു പോയിന്റും കൂടെ കാണാൻ ഇവർ കൊണ്ടുപോകും. അത് കുറവനും കുറത്തിയുടെ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ്. നിങ്ങൾ ഈ കാണുന്നതാണ് കുറവനും കുറത്തി സ്റ്റാച്ചു. ഇതിന്റെ പിന്നിലും ഒരു ഐതിഹ്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കഥയുടെ സമ്മറി ഇത്രയാണ്. കുറവനും കുറത്തിയും ഒരു കപ്പിൾസ് ആയിരുന്നു. ഇവര് പെരിയാറിന്റെ തീരത്തും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെരിയാറിന്റെ നദിയിൽ ആരോ 2 സുന്ദര രൂപങ്ങൾ കുളിക്കുന്നത് കാണും. ഇത് ഏതോ ഒരു ദേവന്മാരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവരിങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് ഈ ദേവനും ദേവിയും ഇത് കാണുന്നത്. പെട്ടെന്ന് എന്തോ കണ്ട് നോക്കി നിന്ന് പോയതാണ് കുറവനും കുറുത്തിയും. പക്ഷെ ഇത് കണ്ട് ടെമ്പർ നഷ്ടപ്പെട്ട ദേവനും ദേവിയും ഇവരെ അങ്ങ് ശപിച്ചു. ശാപം എന്തായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ 2 പേരും കല്ലുകളായി പോവട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് കുറവൻ മലയും കുറുത്തിമലയും ഉണ്ടാവുന്നത്. മുൻപിൻ നോക്കാതെ ശപിച്ചു പോയത് കൊണ്ടായിരിക്കണം ദേവന് കുറച്ച് അലിവ് തോന്നിയിട്ട് ദേവൻ ഒരു വരദാനം കൂടെ കൊടുത്തിരുന്നു. കലിയുഗത്തിലെ മനുഷ്യന്മാരെ നിങ്ങളെ ഒരുമിപ്പിക്കുക ചെയ്യുമെന്നുള്ളതായിരുന്നു വരദാനം. ഇവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഈ സ്റ്റാച്ചുവിന്റെ ഉദ്ദേശം. അത് മാത്രമല്ല, നമ്മുടെ കുറവൻ കുറുത്തി മലയുടെ ഇടയിലാണ് ശരിക്കും ഇടുക്കി ഡാം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് കഥകളൊക്കെ. പക്ഷേ സമയക്കുറവ് കാരണം എന്തായാലും കുറവനും കുറുത്തിയും കാണാനും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
എനിക്കിവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിച്ചപ്പോൾ ജോഗ്രഫി ബുക്കിലെ ഏതോ ഒരു പിക്ചർ എടുത്ത് വെച്ച് കാണുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ദൂരെ കാണുന്ന ആ ഒരു മുടി ഇങ്ങനെ വരയുമ്പോൾ നടുവിലുണ്ടാകുന്ന ആ ഒരു റോഡ് പോലെ കാണുന്ന ആ വഴിയില്ലേ, അവിടുന്ന് വണ്ടി ഇറങ്ങി കയറിയാണ് നമ്മൾ ആക്ച്വലി ഇപ്പം നിൽക്കുന്ന സ്പോട്ടിൽ എത്തിയേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ജീപ്പുകളുണ്ട്. ഇന്ന് ആക്ച്വലി മൺഡേ ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്. ഇന്നലെയൊക്കെ നല്ല തിരക്കുണ്ടെന്നായിരുന്നു ഈ ലത്തീഫ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ആമപ്പാറയുടെ അങ്ങോട്ടേക്ക് കയറാനായിട്ടുള്ള ഒരു ടിക്കറ്റ് നമുക്ക് എടുക്കണം. 30 രൂപ എന്തോ ആണ് ഒരു ടിക്കറ്റിന്. ഇവിടുത്തെ പാറ ആക്ച്വലി ആമയുടെ ഒരു ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ആമപ്പാറ എന്ന് വിളിക്കുന്നത്. ഈ കാണുന്നത് ആമപ്പാറയല്ല കേട്ടോ. ഈ കാണുന്നത് ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ആമയുടെ ഷേപ്പിലുള്ള ഒരു ശിലാരൂപമാണ്. നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ലത്തീഫ് ഏട്ടനെ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. ഈ കണ്ട കയറ്റം എല്ലാം കയറിയിട്ട് പുള്ളിക്ക് ഒരു കൂസലും ഇല്ല. ഇങ്ങനെ ഈസി പീസി ആയിട്ട് നടന്നു പോവാണ്. അവിടെ കാണുന്നത് ഒരു വാച്ച് ടവർ ആണ്. അവിടെ കയറി നിന്നാൽ നമുക്ക് കുറച്ചൊരു ഹൈറ്റിൽ കാഴ്ചകൾ കാണാം. പിന്നെ ആമയുടെ ഷേപ്പിലുണ്ടെന്ന് പറഞ്ഞ ആ ഒരു പാറയുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ കണ്ടതിന് ശേഷം ഇതുവരെ ഇല്ലാത്ത അനാവശ്യമായ തോന്നലുകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെൻ്റെ അനാവശ്യമായ തോന്നലുകളാണെന്ന് മനസ്സിലാക്കി അതിനെ ഞാൻ ഒഴിവാക്കി വിടാറാണ് പതിവ്. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ലത്തീഫേട്ടൻ ഞങ്ങളോട് പറയുന്നത് ഇവിടെ ഭീമമായ രണ്ട് പാറകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി നമുക്ക് അപ്പുറത്തെത്താമെന്നുള്ളത്. ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ ഭയം തോന്നി. പോവാനൊക്കെ പറ്റുമോ? എനിക്ക് ശ്വാസം മുട്ടിയാലോ അതിൻ്റെ ഇടയ്ക്ക്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫാമിലിയിലെ ചേച്ചിയും മകനും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നില്ല. അവർ ആ സൈഡിൽ എവിടെ ഇരിക്കുക ചെയ്തത്. ആ ചേട്ടനും ഞങ്ങളും പിന്നെ ലത്തീഫ് ഏട്ടനും കൂടെയാണ് ഈ ഭാഗത്തേക്ക് പോയത്. ലത്തീഫ് ഏട്ടന്റെ വാക്ക് ഞങ്ങൾക്കൊരു പ്രചോദനമായി. ഞാൻ കൂടെ കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ 3 പേരും ഈ ഒരു വഴി കൂടെ ഇറങ്ങി പോയി. ഈ കാണുന്നത് നേരത്തെ വന്ന വഴിയേക്കാളും കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ്. ഇവിടെ കയറി പോകാനായിട്ട് അത്യാവശ്യം ഒരു ക്യൂ ഉണ്ട്. പിന്നെ ലത്തീഫ് ഏട്ടൻ ഞങ്ങൾക്ക് അത്ര ഒരു പ്രചോദനം തന്നില്ല ഈ വഴി പോകാനായിട്ട്. സോ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് കയറാതെ തിരിച്ച് ആ ഒരു വാച്ച് ടവറിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് ചെയ്തത്. പാറയുടെ അടുത്ത് നിന്ന് കുറേ ഒന്നും എടുത്തു. ദുർഘടമായിരുന്ന പല വഴികളും വീഡിയോയിൽ പകർത്താൻ സാധിച്ചിരുന്നില്ല. കുലുങ്ങുന്ന ജീപ്പിലിരുന്ന് വീഡിയോ എടുക്കാൻ എനിക്കത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ വഴികളെല്ലാം താണ്ടി ഞങ്ങളെ ലത്തീഫേട്ടൻ ജീപ്പിൽ താഴെ എത്തിച്ചു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അത് നേരെ നമ്മുടെ വീട്ടിലേക്കാണ്. ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയിൽ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ ചേച്ചി പറയുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ പലതവണ ചേച്ചി ഞങ്ങളെ വഴി തെറ്റിച്ചിട്ടുണ്ട്. എന്നാലും ചേച്ചിയെ വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നു ഗൂഗിളാണ് ഏറ്റവും നല്ല കൺവിൻസിങ് സ്റ്റാർ എന്ന്. എന്നാലും ഞാൻ ഗൂഗിളിനെ വിശ്വസിക്കുന്നു. ഈ ഭാഗങ്ങളിൽ നമുക്ക് അധികം വലിയ വലിയ മലകളൊന്നും കാണാനില്ല. കുറേ കുന്നു പ്രദേശങ്ങളാണ് കൂടുതലും കാണുന്നത്. തൻ്റെ അച്ഛൻ്റെ വഴക്ക് കേട്ട് മുഖം വാടി ഇപ്പം ചിണുങ്ങിക്കരയാൻ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയുണ്ട് ആകാശം കണ്ടാൽ. നോക്കിയേ, മഴക്കാറ് വന്ന് നിറയുന്നുണ്ട്. ഒരുപക്ഷെ മഴ പെയ്യുമായിരിക്കാം. മൂന്നാറിലെ പല വഴികളും ആദ്യമായി പോയതാണെങ്കിൽ പോലും പരിചിതമായ ഒരു വഴിയാണെന്നാണ് തോന്നിയിരുന്നത്. എന്നാൽ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. തീർത്തും അപരിചിതമായ വഴികളിലൂടെ പോകുന്ന ഒരു ഫീലാണ് മനസ്സിൽ തോന്നുന്നത്. വീതി കുറഞ്ഞ റോഡിലൂടെയായിരുന്നു നമ്മളുടെ യാത്ര അധികവും. റോഡിൻ്റെ ഇരുവശങ്ങളിലായി ചിലയിടത്തൊക്കെ വീടുകളും ചെറിയ കെട്ടിടങ്ങളും പള്ളിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ചിലയിടത്തേക്ക് ചെല്ലുമ്പോൾ തീർത്തും വിജനമായ പ്രദേശങ്ങളുമാണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ആക്ച്വലി കുമരികുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്തും കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ എനർജിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും. സ്റ്റിൽ മൂവിങ്. ഗൂഗിള് ആക്ച്വലി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റൂട്ടൊക്കെ തെറ്റിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ
ചെറിയ വഴികളിലൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സ്റ്റിൽ ഗൂഗിളിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം കൊണ്ടുപോയ സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഈ റൂട്ടൊക്കെ ഇങ്ങനെ നോക്കും. ഈ വാക്കുകൾ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കുറിച്ചിട്ടോളൂ കേട്ടോ. അധികം വണ്ടികളൊന്നും ഇങ്ങനെ കാണുന്നില്ല ഈ റൂട്ട്. ഇങ്ങനെ ഇതൊരു ബസ് റൂട്ടാണെന്ന് തോന്നുന്നത്. ബസ് വരുന്നുണ്ട്. വണ്ടികൾ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു വണ്ടികൾ ഇങ്ങനെ വരുന്നത്. റോഡിന് കാര്യമായി വീതിയില്ലാത്തതുകൊണ്ട് വണ്ടികളില്ലാത്ത റോഡാണെന്നാണ് ഞാൻ കരുതിയത്. ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കൽ ചതിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്ക് അവരോട് സംശയമായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതേപോലെയാണ് എനിക്ക് ഗൂഗിളിനോട് തോന്നുന്നത്. വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. ഐ തിങ്ക് ഐ ആം ഹാവിങ് സർട്ടൻ ട്രസ്റ്റ് ഇഷ്യൂസ് വിത്ത് ഗൂഗിൾ റൈറ്റ് നൗ. അത് കുറച്ച് മണിക്കൂർ മുന്നേ വരെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വഴികൾ ഇങ്ങനെ മാറി തുടങ്ങുമ്പോൾ, ചെറിയ വഴികളിലേക്ക് പോകുമ്പോൾ എന്തോ മനസ്സിൽ വഴി തെറ്റുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. എന്നാലും ഇത് ശരിയായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പോവുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ വഴികളിൽ വീടുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ആരെയും വഴിയിൽ കാണുന്നില്ല നമ്മൾ. ഒന്നോ രണ്ടോ പേരെ ഒറ്റപ്പെട്ട് കാണുന്നതല്ലാതെ ഒരു ആൾക്കൂട്ടമോ അങ്ങനെ കാണാത്തത് കൊണ്ട് നിർത്തി ചോദിക്കാനും ഗൂഗിൾ പറ്റില്ല. ഏതൊക്കെ വഴിയിലാണ് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഗൂഗിളിനെ വിശ്വസിച്ച് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇത് മെയിനായിട്ടുള്ളൊരു റൂട്ടല്ല തോന്നുന്നു. ബസ് പോകുന്ന റൂട്ടാണ്. പക്ഷെ സ്റ്റിൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് യാത്രക്കാർ വാഗമൺ അങ്ങോട്ടാണെന്നുള്ളൊരു ബോർഡ് ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എല്ലാ ആൾക്കാരും പോകുന്നൊരു റൂട്ടാണോ ഇതെന്ന് അറിയില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വഴി ഇത്രയും സഞ്ചരിക്കുമ്പോഴും വളരെ വിരളമായാണ് നമ്മൾ മറ്റ് വാഹനങ്ങളോ യാത്രക്കാരെയോ ഒക്കെ കാണുന്നത്. നമ്മളെപ്പോലെ യാത്രക്കാരെ ആരെയും കാണുന്നില്ല. കൂടുതലും ഇവിടുത്തെ നേറ്റീവ് വാഹനങ്ങളും നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയുമാണ് നമ്മൾ കാണുന്നത്. നേരം ഇപ്പോൾ കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ നേരമായിട്ടും നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുമോ എന്നുള്ളൊരു ഭയം രണ്ടാളുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇത് പരസ്പരം ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സ് ഒരു കാര്യവുമില്ലാതെ ചുമ്മാ ഇതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ചിരുന്ന് ചിന്തിക്കും. അതായത് ഗൂഗിൾ മാപ്പോ വാഹനമോ ഒന്നുമില്ലാതെ ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ വഴി അറിയാതെ പെട്ടുപോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? മനസ്സിൻ്റെ കാര്യമല്ലേ. ഇങ്ങനെ വെറുതെ കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഈ എക്സ്പീരിയൻസിനെ ഒന്നും കൂടെ ത്രില്ലടിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ പാവം എൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശം. ഇത് ഭയങ്കര കാട്ടുവഴിയാണ്. കുഞ്ഞു വഴിയാണ് ആക്ച്വലി. ഇത് ബസ് റൂട്ടുള്ള വഴിയല്ല. നമുക്ക് ഗ്ലാസ് ഇടാം. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വഴിയാണ്. ഈ ചെറിയ വഴി കൂടെ ബസ് റൂട്ട് ഇല്ല. ബസ് റൂട്ട് നമ്മൾ നേരത്തെ കണ്ടൊരു വഴി കൂടെ ഉണ്ട്. ഇതിപ്പം ഞങ്ങൾ ഗ്ലാസ് ഒക്കെ ഇട്ടു. കാറിൻ്റെ ഗ്ലാസ് അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തു. എന്തോ മനസ്സിലൊരു ഭയം കൊണ്ടായിരിക്കണം, പരിചയമില്ലാത്ത വഴിയല്ലേ. ആക്ച്വലി ഇങ്ങനെ പോകുമ്പം റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു പോയമുണ്ട്, ദ റോഡ് നോട്ട് ടേക്കൺ. അതാണ് ഓർമ്മ വരുന്നത്. സ്കൂളിൽ എപ്പോഴോ പഠിച്ചൊരു പോയമാണത്. നിങ്ങൾ ആരും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല. എന്തോ ഒരു പണി കിട്ടി എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. റോഡ് ബ്ലോക്ക് ആണെന്നാണോ എന്തോ. കാണിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് ചേർക്കാനാ പറയുന്നത്. അങ്ങോട്ട് പോരുത്, ഇപ്പുറത്തോട്ട്. പോകത്തില്ലേ വണ്ടി? അങ്ങോട്ട് വണ്ടി പോകത്തില്ല. ഈ റൂട്ടിന് വണ്ടി പോവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ വഴി പോവാം. പക്ഷേ എന്തോ ഒരു റിസ്ക് ഉള്ളത് പോലെയാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഇവരും വന്ന വഴി തിരിച്ചു പോവുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 5:45 കഴിഞ്ഞിട്ടുണ്ട്. ഇനി പതുക്കെ ഇരുട്ടി തുടങ്ങും എന്നുള്ളത് തീർച്ചയാണ്. പകല് തന്നെ ഈ വഴി നമ്മൾ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ രാത്രിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ. ഇരുട്ടി തുടങ്ങിയാൽ ഇങ്ങനെയുള്ള വഴിയിലൂടെ നമ്മൾ രണ്ടാൾ മാത്രം ഈ വണ്ടിയിൽ പോകുന്നത് അത്ര ഒരു സുഖകരമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയം ലേശം ഏറി വരുന്നതായിട്ട് രണ്ടുപേർക്കും തോന്നുന്നുണ്ട്.
ഇതിന് മറ്റൊരു റീസൺ കൂടെയുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ഏകദേശം 18 വർഷത്തോളം പ്രായമുള്ളതാണ്. ഇതുവരെ നമ്മളെ വഴിയിലെങ്ങും കിടത്തിയിട്ടില്ല. എന്നാലും നമുക്കൊരു ഭയമുണ്ടാകുമല്ലോ, നമുക്ക് പരിചയമില്ലാത്തൊരു വഴിയാകുമ്പോൾ, അതും രാത്രിയിൽ. പിന്നെ മനുഷ്യൻ്റെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതായത് അപായങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സർവൈവലിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയുള്ള അപകടങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനും നമ്മളുടെ മനസ്സിന് ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ മനസ്സ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ ചിന്തിച്ച് പ്രാക്ടിക്കലി നടക്കേണ്ട സൊല്യൂഷൻസുകളെ കുറിച്ചൊക്കെ ആലോചിച്ച് വെക്കുന്നത്. സോ നമ്മൾ അങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ച് വന്ന റൂട്ട് പോവാനായിട്ടാണ് നോക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഗൂഗിളിനെ നല്ല തെറി വിളിക്കുന്നുണ്ട്. പുര കത്തുമ്പോൾ വാഴ വെട്ടാൻ പാടില്ലെന്നറിയാം, എന്നാലെന്തേ നോക്കൂ, ആ സൈഡിൽ കാണുന്ന മഞ്ഞപ്പൂക്കൾ എന്ത് രസമാണല്ലേ. ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ അതെവിടെ വെച്ച് കണ്ടാലും എൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നും. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് കുറച്ചു മുമ്പേ ഓർത്ത് വെക്കാൻ പറഞ്ഞ ആ വരികളുണ്ടല്ലോ, അതുതാ നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കാട്ടോ. ഈ ഒരു പോയിന്റ് മുതൽ മനസ്സിലെന്തോ ഒരു ഭയം ലേശം അധികമായതുപോലെ തോന്നുന്നു. ഇനിയും ഗൂഗിൾ ഇതുപോലെ വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ റൂട്ട് തിരിച്ചു വിടുകയാണ് കേട്ടോ. എന്തൊക്കെയോ പണി കിട്ടുന്നു തോന്നുന്നു. വരുന്നിടത്ത വണ്ടി. ഈ വണ്ടി ഇനി എങ്ങോട്ടേക്കാണോ എന്തോ, ചിലപ്പോൾ അടുത്തുള്ളത് എന്തെങ്കിലും ആയിരിക്കാം. ആ റൂട്ട് നമ്മൾ മറ്റേ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് തിരിച്ചു വിടുവാണ് ഇപ്പോൾ. ആക്ച്വലി ഈ ഇടയിൽ എന്തെങ്കിലും വണ്ടി വന്നാൽ ഇത് ചെറിയൊരു റോഡായതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിച്ചു വിടുവാണ്. ഗൂഗിൾ ആദ്യം പറഞ്ഞ കണക്കിന് ഇങ്ങനെ പോകാനിരുന്ന നമ്മൾ വഴി തിരിച്ചു വിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ റൂട്ട് തിരിഞ്ഞു വന്ന വഴിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഏതോ ഒരു പോയിന്റ് മുതലേ നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മെയിൻ വഴിയാണെന്നാണ് തോന്നുന്നത്. ഒരു ചെറിയ വ്യൂ പോയിന്റ് ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്കുള്ള ടൗൺ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാ ആ കാണുന്നത് ഒരു ഫാം ഹൗസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അപരിചിതത്വമുണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഈ ഫാം ഹൗസിൻ്റെ മുകളിൽ നിന്ന് ഏതോ ഒരു പയ്യൻ താഴേക്ക് നോക്കുന്നതും ഞാൻ കണ്ടിരുന്നു. ചുമ്മാ കാറ്റ് കൊള്ളാൻ വന്ന പയ്യനാണ്. പക്ഷേ എൻ്റെ മനസ്സ് മെനഞ്ഞെടുത്തത് വേറൊരു കഥയാണ്. അതായത് ഒരു ഹൊറർ പടം. ഒരാവശ്യവുമില്ലാതെ നായകനും നായികയും ഒരു ഫാം ഹൗസിലേക്ക് ചുമ്മാ പോകുന്നു. എന്നിട്ട് അവിടെ അവരെ പ്രേതം പിടിക്കുന്നു. ആഹാ, എന്ത് നല്ല കഥ. ഓൾറെഡി ഭയപ്പാടുള്ളത് കൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്ന് കൊടുത്തില്ല. ഞങ്ങൾ പതുക്കെ അങ്ങനെ അവിടെ നിന്ന് വിട്ടു. ഹൊറർ പടത്തിൻ്റെ എഫക്റ്റ് കൊണ്ടല്ല, വീട്ടിലേക്ക് എത്താൻ വൈകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പതുക്കെ നീങ്ങി. സത്യം പറയാലോ, കുറേ നേരം കൊണ്ട് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്. ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം പോലെയാണ് ഈ കഫറ്റീരിയ ഞങ്ങൾ കണ്ടത്. ചായ കുടിക്കാന്നുള്ളതിനേക്കാളും മൂത്രം ഒഴിക്കാമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ആശ്വാസം. ഇവിടുത്തെ ചായയും സ്നാക്സും ഒരുപാട് അടിപൊളി എന്നൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഓക്കെയാണ്. പക്ഷെ ഇവിടുത്തെ വൈബ് നല്ല രസമുണ്ട് കേട്ടോ. AVTയുടെ ഔട്ട്ലെറ്റാണ് നിങ്ങളിതാ ആ കാണുന്നത്. ഇവിടുന്ന് ടോക്കൺ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ചായയും സ്നാക്സും വാങ്ങുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ചില്ലായി തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് നല്ല ചില്ലാണെങ്കിലും നമ്മുടെ ഉള്ളിലത്ര ചില്ലിങ് അവസ്ഥയൊന്നുമല്ല. ചെറിയൊരു ഭയപ്പാടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ യാത്ര അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ റോഡിൻ്റെ നടുവിൽ നിങ്ങൾക്കൊരു പശുക്കുട്ടീനെ കാണാം. 100 വില്ലന്മാർ വന്നാലും ഒട്ടും കുലുക്കമില്ലാതെ നിൽക്കുന്ന സ്റ്റണ്ട് പടത്തിലെ നായകനെ പോലെയാണ് എനിക്ക് ആ പശുവിനെ കണ്ടിട്ട് തോന്നിയത്. പോകുന്ന വഴി പലയിടത്തായി ഇതുപോലത്തെ ഒരു കൂസലും ഇല്ലാത്ത പശുക്കളെ നമ്മൾ കാണാനിടയായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വഴിയുടെ സൈഡിലായിട്ട് ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതും 2-3 ആൾക്കാരെയും കണ്ടു. അപ്പോഴും എൻ്റെ മനസ്സ് വേസ്റ്റ് തിങ്ങാണ് ഇമാജിൻ ചെയ്തത്. അതെ, മനസ്സിൻ്റെ ഒരു ഫിയർ കൊണ്ടായിരിക്കാം ഇങ്ങനെ എന്ത് കണ്ടാലും എന്തൊക്കെയോ പ്രശ്നമാണെന്ന് കരുതും. ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് വാഗമൺ ടൗണിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇറങ്ങാനോ കാണാനോ ഒന്നും നിൽക്കാതെ നമ്മൾ നേരെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിയറസ്റ്റ് വാഗമൺ, നിന്നെ കാണാനായിട്ട് ഞങ്ങൾ വേറൊരു ദിവസം വരാം.
ഇപ്പോൾ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്ന വഴി ഏകദേശം കറക്റ്റായിട്ടുള്ള വഴി തന്നെയാണെന്ന് മനസ്സ് പറയുന്നുണ്ട്. എന്നാലും ഒരു ധൈര്യത്തിന് ആപ്പിൾ മാപ്പിനോടും കൂടെ ചോദിക്കുന്നുണ്ട് നമ്മൾ. 2 ഫോണും എൻഗേജ്ഡ് ആയതോടെ വീഡിയോ എടുക്കുന്നത് കുറവായി തുടങ്ങി. ഭയം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അതിനോടൊപ്പം തന്നെ ഈ യാത്രയുടെ ത്രില്ലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മലയിറങ്ങുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിലെ പേടിയും കുറഞ്ഞു കുറഞ്ഞു വന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് നമ്മളുടെ യാത്രയുടെ ലാസ്റ്റ് പാർട്ടാണ്. അങ്ങനെ നമ്മുടെ മൂന്നാർ വ്ലോഗ് അവസാനിക്കുകയാണ്. പക്ഷേ നമ്മളുടെ കഥയും വിശേഷം പറച്ചിലും ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും പുതിയ വിശേഷങ്ങളും കഥകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. Until then, bye bye.